അപ്പൊ ഡോക്ടറെ ആദ്യം തന്നെ പിന്നെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ കാഴ്ച പരിമിതി എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം എന്നെ കാണുന്ന അധികം ആൾക്കാർ, നേരിട്ട് കാണുന്നവരും പറയും നിങ്ങളെ കണ്ടാൽ കാഴ്ചയില്ലാത്ത ഒരാളാണെന്ന് തോന്നേ ഇല്ല എന്ന് പറയും. വളരെ അപൂർവ ആളുകൾ മാത്രമേ എന്നെ ഒറ്റ നോട്ടത്തിൽ കാഴ്ചയില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതൊന്ന് പറയാലോ അല്ലെ? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു നല്ല കാര്യമാണെന്നാണ്. കാര്യം ഇന്ന് ടീച്ചറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ടീച്ചർ വരുമ്പോ നമ്മളിപ്പോ ഒരാൾ കാണുമ്പോ തന്നെ ആ വ്യക്തിക്ക് കാഴ്ചയുണ്ടോ ഇല്ലെന്ന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പൊ ടീച്ചർ ഇന്ന് വന്നു, ജസ്റ്റ് പറഞ്ഞു എന്റെ കാഴ്ചയെ കുറിച്ച് നോക്കണം, എന്താണ് അസുഖം ഒന്നുകൂടെ ഒന്ന് പിന്നെ വിവരിക്കണം, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് സ്കോപ്പ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ചാനലൊക്കെ ഉള്ളതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വാ നമുക്ക് നോക്കാം. അപ്പോൾ ടീച്ചറിനെ ഇന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പൊതുവേ ചെയ്തത് ഒന്ന് കാഴ്ചയുടെ ടെസ്റ്റാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ എത്രമാത്രം കാണാൻ പറ്റും എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം നമുക്ക് പിന്നെ ടീച്ചറിൻ്റെ ഒന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി ഫിക്സ്ഡ് അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്കത് കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു വ്യക്തിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ ഡയറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ടീച്ചർ ചെറുപ്പം മുതലേ ഉള്ള പ്രാക്ടീസ് കാരണം ടീച്ചർ സൗണ്ടൊക്കെ കേൾക്കുന്നതും മറ്റുള്ളവരുടെ ഹെൽപ്പ് കാരണം നമുക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ട്രെയിൻഡ് ആയിരിക്കാം. ചെറുപ്പം മുതലേ ടീച്ചർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലൊരു സോഷ്യൽ സ്കില്ലുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എനിക്ക് വലിയ പരിചയമില്ല, നമുക്ക് ആകെ ഞാൻ കണ്ട ഒരു 10 മിനിറ്റിന്റെ ഒരു പിന്നെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ കാഴ്ച നോക്കിയപ്പോൾ കാഴ്ചയിൽ നമ്മൾ പിന്നെ നമ്മുടെ മെഡിക്കൽ ടേമിൽ പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. പ്രകാശം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഏകദേശം അത്രയൊക്കെ കാഴ്ച പിന്നെ ടീച്ചറിന് ആക്ച്വലി ഇപ്പോൾ ഉള്ളൂ. പ്രായോഗികമായിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് പിന്നെ നടക്കാനോ ഒരു സാധനം എടുക്കാനോ ഒരു രൂപം തിരിച്ചറിയാനോ ഉള്ളൊരു കാഴ്ച പ്രായോഗികമായിട്ട് ഇല്ലെന്ന് വേണേൽ പറയാം. അത് എനിക്ക് നല്ല ടീച്ചറിന് കേൾക്കുമ്പോൾ തന്നെ സങ്കടമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അഡാപ്റ്റ് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ ചെറുപ്പം മുതലേ ഉള്ളൊരു അസുഖമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് ഒഴിച്ച് ഞരമ്പൊന്ന് നോക്കാന്ന് പറഞ്ഞു. കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ വേണ്ടേ. അപ്പം ടീച്ചർ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഇതൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്കൊന്ന് മരുന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മരുന്ന് ഒഴിച്ച് നോക്കുന്ന ഡയലറ്റിംഗ് എന്ന് പറയും. ഡയലറ്റ് ചെയ്ത് നോക്കി നമ്മൾ സാധാരണ ഞരമ്പിന്റെ സ്കാൻ, OCT സ്കാൻ എന്ന് പറഞ്ഞ സ്കാനാണ് നമ്മൾ എടുത്തത്. പിന്നെ ജസ്റ്റ് പിന്നെ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണിലേക്ക് രക്തോട്ടം കുറവാണ്. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് പിന്നെ കേൾക്കുന്നവർക്ക് എത്ര ശതമാനം ആൾക്കാർക്ക് ആ അസുഖത്തിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള